നാലാം വർഷം ആഘോഷിക്കുമ്പോൾ ഭരണ തുടർച്ച എന്നുള്ള പിണറായി തേർഡ് ലോഡിംഗ് എന്നുള്ള ക്യാമ്പയിനാണ് നടന്നുകൊടുക്കുന്നത്. CM അതിനെ എങ്ങനെയാണ് കാണുന്നത് ഭരണ തുടർച്ചയുടെ സാഹചര്യത്തിൽ? ഇപ്പം നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ. ഇപ്പം ഈ വർഷം നമുക്ക് നല്ല നിലക്ക് വർക്ക് ചെയ്തു പോകാം. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാകും. ഈ 4ാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അതേതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം. ഇപ്പോഴേ ആലോചിച്ച് നോക്കണ്ട. പോലീസ് സ്റ്റേഷനിൽ ഒരു ദളിത് യുവതിക്ക് മാനസികമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരും നടപടി വേണമെന്നൊരു ആവശ്യപ്പെടുന്നു. മാത്രമല്ല പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് താങ്കളുടെ പ്രൊഡ്യൂസർ സെക്രട്ടറി ശശി പരിഗണിച്ചില്ലെന്നൊരു പരാതി അവർ പറയുന്നുണ്ട്. അതിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് സാധാരണ നിലക്ക് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് സംഭവിക്കുന്നത് തന്നെ ഇവർ അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞിരുന്നു. ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്നും എന്താണ് ഉണ്ടായതെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിരുന്നു. പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് സമയം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവർ വന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു, അതിൻ്റെ മേലെയുള്ള നടപടിയും വന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു. കേസിൽ അങ്ങനെ ഓഫീസിന് ഇടപെടാൻ പറ്റില്ലല്ലോ. കേസ് സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിൻ്റെ നടപടികൾ തുടരുകയാണല്ലോ വേണ്ടത്. അതാണ് അവരോട് പറഞ്ഞതും അവരെ ബോധ്യപ്പെടുത്തിയതും. അതേസമയം അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിയെ ഗൗരവമായി കണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ തെറ്റാണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ട് നടപടിയും വന്നു. അതാണ് സംഭവിച്ചത്. മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ സർക്കാർ പണം നൽകുന്നുണ്ട്. ഇന്ന് അദ്ദേഹം അത് പാലക്കാട് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഞാനെന്താ കാണുന്നത്? നിങ്ങളല്ലേ കാണുന്നത്. നിങ്ങൾക്കെതിരെയല്ലേ വലിയ ആരോപണം വന്നിട്ടുള്ളത്. നിങ്ങളാണല്ലോ അതിനെപ്പറ്റി കാണേണ്ടത്. നിങ്ങളതിനെ പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് സ്വയം ആൾ പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല. സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ പരിഹാസത്തോടെ കാണുന്ന നിലയാണ് ഉണ്ടാവുക. ആശാ വർക്കർമാരുടെ സമരം ഇപ്പൊ 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങ് ഇവിടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ അവർ തിരുവനന്തപുരത്ത് 100 പന്തം കൊടുത്ത് അവർ അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ആ സമരം ഒത്തുതീർപ്പാക്കാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ? ഇപ്പൊ തൽക്കാലം ഒരു ഇടപെടൽ ഉണ്ടാവില്ല. അത്തരം സമരങ്ങളോടുള്ള എന്തെങ്കിലും ഒരസഹിഷ്ണുതയില്ല. സമരത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് മാത്രം. നമ്മൾക്കായിട്ട് ഇപ്പോൾ ഒത്തുതീർപ്പിന് ഒന്നും ശ്രമിക്കാൻ കഴിയില്ല. ശ്രമിച്ചതിന് ഫലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ ശ്രമമൊന്നും ഉണ്ടാവില്ല. ആ അസാധ്യം നമ്മൾ വിചാരിച്ചാൽ മാത്രം തീർക്കാൻ കഴിയുന്ന കാര്യമല്ല. അതിനകത്തുള്ളൊരു പ്രശ്നം റെയിൽവേ ലൈനാകുമ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതി വേണം. കേന്ദ്ര അനുമതിയോടെ മാത്രമേ അത് നടപ്പാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇത്തരമൊരു പദ്ധതി വന്നാൽ അതിന് സാധാരണഗതിയിൽ ആരും എതിരായിരിക്കില്ല. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റും ഇത്തരം പദ്ധതികളിലൂടെ രാജ്യം പുരോഗമിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇതിനെ എതിർക്കേണ്ട കാര്യം സാധാരണഗതിയിൽ വരുന്നില്ല. അങ്ങനെയാണ് ഉത്തമ വിശ്വാസത്തോടെ ആ പദ്ധതി മുന്നോട്ട് വെച്ചത്. പക്ഷെ പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത്. ആ പദ്ധതിക്ക് അംഗീകാരം നൽകില്ല എന്ന നിലപാടെടുത്തു. അതിനിടയാക്കിയത് ഇവിടെയുള്ള ചില ആളുകൾ ഇപ്പോൾ ഇത് വേണ്ട എന്നുള്ള നിലപാടെടുത്തു. ഈ പദ്ധതി ആകെ വേണ്ടെന്നല്ല, നമ്മുടെ നാട്ടിൽ റെയിൽവേ വികസനേ പാടില്ല എന്നുള്ളതല്ല, ഇപ്പോൾ വേണ്ട, ഇതായിരുന്നു അവരുടെ താല്പര്യം. ഏതായാലും അതിന് വഴങ്ങില്ല എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. കാരണം ഇതൊക്കെ രാജ്യത്തിൻ്റെ വികസനത്തിൽപ്പെട്ടതാണല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ സംസ്ഥാനം. ആ സംസ്ഥാനത്തൊരു വികസനം വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വരിക. അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ
ഈ പറഞ്ഞ വികസന വിരുദ്ധരുടെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തീർത്തും രാഷ്ട്രീയമായിരുന്നു. ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ളൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിനോടൊപ്പം അവർ നിന്നു. അവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മൾ നിശ്ചയിച്ചു. കുറേ ശ്രമങ്ങൾ നടത്തി, അത് ഒന്നും ഫലപ്രദമാകുന്നില്ല എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ വെറുതെ അതിനുവേണ്ടി സമയം കളയണ്ടാലും അവിടെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനായ ഇ ശ്രീധരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതേ പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ നടപ്പാക്കാമെന്ന് പറഞ്ഞുകൊണ്ടൊരു നിർദ്ദേശം വന്നു. ആ നിർദ്ദേശത്തോട് നേരത്തെ ഉള്ളതിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനോട് വലിയ വിയോജിപ്പുണ്ടായില്ല. ഇതിൻ്റെ സമീപനം എന്താണെന്ന് അറിയണമല്ലോ. വെറുതെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം തരുന്നില്ലെങ്കിൽ പുറപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ പദ്ധതിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം എന്നത് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് അറിയിച്ചു. ഞാൻ നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു. നമ്മുടെ ഡൽഹിയിലുള്ള നമ്മുടെ പ്രതിനിധി KV തോമസിനോട് അദ്ദേഹത്തെ കാണാനും ഈ പറയുന്ന ഇ ശ്രീധരൻ്റെ പ്രപ്പോസൽ കൊടുക്കാനും പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. ശബ്ദമേ ഇല്ല അതിനെപ്പറ്റി. അപ്പം അതാണ് നില. നമ്മൾ വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാൻ കഴിയുന്നില്ല. കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ കിടക്കുകയാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ആരും കാണേണ്ടതില്ല. ഏതായാലും നമ്മുടെ നാടിൻ്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കഴിയില്ല. ഇന്നല്ല നാളെ ആവുമെന്ന് മാത്രം. അത്രയും നമ്മൾ കാണേണ്ടതുള്ളൂ.